ഈ ഫിലിമിലേക്ക് വരാനായിട്ട് കുറേ മനീഷ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാട് ശരിക്കും അതെന്തായിരുന്നു സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോൾ? പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും പറയും കോടമ്പാക്കത്തൊക്കെ പോയി കിടന്ന് പട്ടിണി കിടന്നും വെള്ളം കുടിച്ചും അല്ല ലോഡ്ജിൽ കിടന്നും പോയി ചാൻസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും സിനിമയുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കഥ പറയാനായിട്ട്. ഞാൻ നാട് വിട്ടത് ചെന്നൈ കോടമ്പാക്കത്തേക്കല്ല, ഞാൻ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിലേക്ക് നാട് വിട്ടത്. എന്തിനാണ് ഇവിടെ വന്നേ? അതിനിടയ്ക്ക് അമ്മ വീട്ടിലേക്ക് സപ്പോർട്ട് ഇത്തിരി കുറവാണ്. ജോലിക്ക് ചീത്തയൊന്നുമില്ല, എന്നെ ദുബായ് വിട്ടതാ. ദുബായ് പോകുന്നതിന് മുന്നേ കയ്യിൽ പ്ലാസ്റ്റിക് ഇട്ട് കിടന്നു പോവാതിരിക്കാൻ. എന്നിട്ട് പോയി വെട്ടിച്ച് പിറ്റേ ദിവസം ദുബായ്ക്ക് അടിച്ചു. അവിടെ നിന്ന് നോണ പറഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരും അവിടേക്ക് ചെന്നൈക്ക് പോകുമ്പോൾ ഞാൻ വേഗം മലയാളം മനോരമ പേപ്പറൊക്കെ എടുത്ത് സൗന്ദര്യം കളയരുതല്ലോ, സിനിമയിൽ അഭിനയിക്കേണ്ടതല്ലേ, അപ്പോൾ ഐസ്ക്രീം പാർലർ ജോലി നോക്കി. AC ആയിരിക്കും, ഐസ്ക്രീം കഴിക്കാം, അവിടുന്ന് സിനിമയിലേക്ക് നീങ്ങാം എന്നുള്ള ചിന്തയിലോട് കൂടി തിരുവനന്തപുരം വന്നു. ആ ചേട്ടൻ വരാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു ഐസ്ക്രീം പാർലർ ചേട്ടനാ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മോന് പറ്റിയ പണിയൊന്നുമല്ല, മോൻ വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കി വന്നേക്കാം അല്ലേ എന്ന് പറഞ്ഞ് നീ വേഗം ഒരു സ്ട്രോബെറി ഷേക്ക് കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവിടെ ഒരു ബാറിലൊക്കെ ജോലി നോക്കി. ട്രിവാൻഡ്രം AC മെയിനാണ്, പക്ഷെ നമ്മുടെ കരിയർ മറ്റേതാണല്ലോ, സിനിമയാണല്ലോ. പക്ഷെ അവിടെ രക്ഷയില്ല. അങ്ങനെ ഒരു 1 വീക്കോടെ ഞാൻ ഇവിടെ നിന്നു, തിരുവനന്തപുരം ഒരു ലോഡ്ജിൽ നിന്നു. പിന്നെ ഡെയിലി കൊടുക്കാൻ പൈസയില്ല, അപ്പം അങ്ങനെ ബാഗും സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു. ഞാൻ നേരെ ആ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സ്റ്റെയർ കേസിനോടെ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ചിരട്ട കൊണ്ട് വയലിൻ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ 2 മാസം അവിടെ കൂടി അവിടെ തന്നെ കിടക്കുമ്പോൾ റോട്ടിൽ മുണ്ട് വിരിച്ച്. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സ്ട്രഗിളിൻ്റെ ഭീകരമായൊരു വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ പത്മനാഭസ്വാമി അതെനിക്ക് നടത്തി തന്നു അവിടെ. പിന്നെ അദ്ദേഹത്തിനെ കൈപിടിച്ച അദ്ദേഹം ഞങ്ങളെ ആരെയും വിടാറില്ല. അതാണ് എൻ്റെ ലൈഫിൽ സിനിമയിലേക്ക് വരുന്നുള്ളൊരു വലിയ അതും സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാവുന്ന സുഖമുള്ളൊരു സ്ട്രഗിളാണ്. സത്യം. ഞങ്ങളുടെ പത്മനാഭൻ ഞങ്ങളെ വിടാറില്ല. ഞങ്ങളുടെ ബലം എന്ന് പറയുന്ന തിരുവനന്തപുരംകാരുടെ ബലം എന്ന് പറയുന്ന പത്മനാഭ സ്വാമി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയലിൽ 45 എന്ന് വിളിച്ചു പറഞ്ഞ ഒരു തമിഴനായിരുന്നു പാവം. അങ്ങനെ കുറേ നാളെന്നെ നോക്കി. അങ്ങനെ വീട്ടിൽ നിന്ന് അന്വേഷിച്ച പിന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഇവിടെ നെടുമങ്ങാടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വിളി പോയി, ഇങ്ങനെ കക്ഷിയോടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 2 6 അടി ഹൈറ്റുള്ള മനുഷ്യർ വന്നതിനെ പൊക്കി പൊറോട്ടയും മട്ടൻ ചാപ്സ് മേടിച്ചെന്ന് വീട്ടിലേക്ക് വിട്ടു. അല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. അങ്ങനെ ഇവിടുന്ന് പാക്ക് ചെയ്തു തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ എങ്ങനെ ചാൻസ് വന്നത്? ആൽബം ശരിക്കും നിങ്ങളായിട്ട് ചെയ്തു? ആൽബം ചെയ്തു. ഈ കുങ്കുമം ആൽബം ചെയ്ത് ലോയിസാന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ ഉദയ് ശങ്കരൻ, വാട്ടർമാൻ എന്നാ പറയാം. അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അങ്ങനെ ഈ മനീഷിന്റെ ശരിക്കുമുള്ള ഈ ഒരു സ്ട്രഗിളിന്റെ പുറത്ത് പുള്ളി വിളിച്ചതാന്ന് ഈ ഒരു ഇത്ര ഇഷ്ടം ആര് ആൽബം ചെയ്യാനായിട്ട്? അല്ലല്ല, ആൽബം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ, സിനിമയ്ക്കുള്ള സ്ട്രഗിൾ. ആൽബം ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആൽബം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ കിടക്കുന്നത്. എന്നെ ആൽബം കഴിഞ്ഞ് ഒറ്റയടിക്ക് എന്നെ സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല. ഹിറ്റായിരുന്നു. എങ്കിലും എനിക്ക് അതിന് വിളിച്ചു. ലോയ് സാർ നിവേദ്യത്തിലേക്ക് ഞാൻ അഭിനയിക്കാൻ വിളിച്ചു. അന്ന് അവിടെ പോയിട്ട് ലോയ് സാറും സിന്ധു ചേച്ചിനോട് ഒരു ഓഡിഷനൊക്കെ ചെയ്തു. കുറേ ഫണ്ണി എലമെൻ്റ് ഒക്കെ ചോദിച്ചു. പക്ഷെ എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ മുഖത്തിൽ തീയുണ്ട്, നീ സിനിമയിൽ വരും. പക്ഷെ നമുക്ക് വേണ്ടത് അന്ന് മോഡലിംഗ് ചെയ്യുന്ന കാരണം ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാണ്. പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ ലോയ് സാർ വിട്ടതെന്ന്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നീലത്താമരയ്ക്കും. MT സാറ് വിളിച്ച് ഞാൻ പോയി ഈ ശ്രീനന്ദൻ ആൽബം കണ്ടിട്ട്. MT സാറും ലാൽജോ സാറും കോഴിക്കോടുള്ള ഫോർച്യൂൺ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഭയങ്കര ഹാപ്പിയാണ്. അന്നും ഇതേ കോലം തന്നെയാണ്. ഭക്ഷണം ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന കാരണം അവിടെ നിന്ന് ഇങ്ങനെ പോയി. അതെ, അങ്ങനെ പോയിട്ടാണ് ടൂർണമെൻ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ലാൽ ക്രിയേഷൻ ബാനറാണ്. കൊടുത്ത ഓഡിഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ 12,000 പേരിൽ നിന്നാണ് ബോബി വർഗീസിന് സെലക്ട് ആയത്. അതാണ് ആ സ്ട്രഗിൾ. അതൊന്നുമല്ല, ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഞാൻ ഇപ്പോഴും അഞ്ചേച്ചി അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. കാരണം ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്കിന്റെ പുറത്ത് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. തിരിഞ്ഞു നോക്കിയപ്പോഴും എൻ്റെ ക്രാഫ്റ്റ് ഈക്വലാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം സഹിച്ച 2 സിനിമ അടുത്ത മാസം റിലീസാകാൻ പോവാണ്. ഇതൊക്കെ തന്നെയാണ്. അല്ല, ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇത് സ്ക്രീനിൽ വന്നപ്പം ആദ്യം അപ്പനമ്മയെ അരിശപ്പെട്ടതല്ലേ, പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ അപ്പനമ്മ എന്നാ പറഞ്ഞു? അമ്മൂമ്മ കരഞ്ഞു. അതിൽ ഇടി കൂടുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര കരച്ചില്. കാരണം അതിലൊരു അമ്മൂമ്മയുണ്ട് ടൂർണമെന്റിൽ. എൻ്റെ അമ്മമ്മയുടെ എന്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ അമ്മൂമ്മയുണ്ട്, പക്ഷെ അമ്മൂമ്മേനെ കാണിക്കുന്നില്ല. അങ്ങനെ അന്ന് മുതൽ അമ്മൂമ്മ പറഞ്ഞു, നീ കൊല്ലുന്നതോ അല്ലെങ്കിൽ നിനക്ക് ഇടി കിട്ടുന്നുള്ള പടങ്ങൾ ഞങ്ങളിനി കാണാൻ വരില്ല. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ തിയേറ്ററിൽ വന്നാ കണ്ടേ? പിന്നെ ഞാൻ കൊണ്ടുപോയി. ഞാൻ തിയേറ്ററിലേക്ക് അമ്മേനൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയി. എന്നാ പറഞ്ഞു, ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അപ്പനും അമ്മയോട് വഴക്കുണ്ടാക്കിയൊക്കെ ആണല്ലോ സ്ക്രീനിൽ വന്നേ. ചാടല്ലേ കാണ് വിട്ടോടത്തില്ല. ഇനി എനിക്ക് ദുബായ് പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു.
അപ്പോഴും അമ്മയ്ക്കൊരു കുലുക്കമില്ല. അമ്മയ്ക്ക് ഇപ്പോഴും സിനിമ അത്ര വലിയ നമ്മളും ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും സിനിമ ഒറ്റ ആളാണ്. ചേച്ചി സപ്പോർട്ടായിരുന്നു? ചേച്ചി കുഴപ്പമില്ല. ആർക്കപ്പോ വലിയ താല്പര്യമില്ലായിരുന്നു സിനിമയിലോട്ട് വരുന്നതില്, ഒറ്റ കടുംപിടുത്തത്തിൽ പോകുന്നതാ. അപ്പൊ പെണ്ണ് കിട്ടുന്നത് ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കും അല്ലേ? ഒരു പെൺകൊച്ചിന് ഇഷ്ടപ്പെട്ട. തീർച്ചയായിട്ടും കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ നിന്ന്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട സിനിമയിൽ എന്നിട്ട് കല്യാണം മതിയെന്ന് ഇടിച്ചു നിൽക്കുകയാണ് ഞാൻ. ഓക്കെ, ഇപ്പൊ വരാൻ പോകുന്നില്ല 2 ഫിലിം, അതിന്റെ ക്യാരക്ടർ എന്താ? മുന്തിരിമൊഞ്ചൻ ഒരു തവള പറഞ്ഞ കഥയിലെ സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ് വിവേക് വിശ്വനാഥൻ. അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് വേട്ടാവളിയൻ. അത് ഈ കൊച്ചു വിളിക്കുന്നത് ആ സിനിമയ്ക്കകത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു മീൻ മാർക്കറ്റിൽ വെച്ചിട്ടാ. അപ്പോൾ കുറെ മീൻ ഫസ്റ്റുള്ള മേത്ത് വീഴുന്നുണ്ട്, കുറച്ച് മീൻ ഗോപികയുടെ മേത്ത് വീഴുന്നുണ്ട്. അങ്ങനെയാണ് മാന്തളൂട്ടിന്ന് പേര് വരുന്നത്. മാന്തയാണ് വീഴുന്നത്. മാന്ത അല്ല, മാന്തൽ. ഞങ്ങൾ കോഴിക്കോട് മാന്ത എന്ന് പറയാം. മനീഷിന്റെ നെക്സ്റ്റ് കമ്മിങ് മൂവീസ് ഇനി അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിലെ കണ്ണൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതും കൃഷ്ണനാണ്. അത് രക്ഷയില്ലാത്ത ക്യാരക്ടർ. സിനിമ കാണണം എന്തായാലും. ഇതും കാണണം. ഇത് 6-ാം തീയതി ആണല്ലോ. തൃശ്ശൂർ പൂരം കിടക്കുന്ന 20-ാം തീയതി ആണല്ലോ. അത് റിലീസ് ആവാൻ പോകുന്നു. അടുത്ത മാസം കുറച്ച് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അത് ജീവിതത്തിലെ എന്താ പറയാ ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം 2 സിനിമ റിലീസ് ആവാൻ പോകുന്നു. പത്മനാഭൻ വെറുതെ അല്ലല്ലോ. പിന്നെ അദ്ദേഹം കൈപിടിച്ച് ഇങ്ങനെ കയറ്റി വിട്ടു. എനിക്ക് തോന്നുന്നു ആ 1-2 ആഴ്ച അവിടെ കിടന്നതിന്റെ ഒരു എഫക്ട് ഭഗവാൻ അങ്ങ് തന്നതാ. ഞാൻ അവിടെ കടന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചൊന്നുമില്ല. ഈ കഴിഞ്ഞ മുന്തിരിമൊഞ്ചൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഉള്ളിൽ കയറി കണ്ടു. അയ്യോ ഒന്നും പറയണ്ട, താങ്ക്സ് ഒക്കെ പറഞ്ഞു, കുറെ വഴിപാടൊക്കെ നേർന്നു, കുറെ നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇനി എത്ര ഉയർന്നു പോയാലും അവിടെ വന്ന് അദ്ദേഹത്തിന് ഇടയ്ക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും, എന്തായാലും അല്ലേ? അത് എപ്പോഴായാലും വേണമല്ലോ. വന്നൊന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ടേ, എന്നെ പിടിച്ചോണേ എന്നൊന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന സ്ഥലത്ത് ഇപ്പൊ അവിടെ ചെറിയ ഹോട്ടലാണ്. ഞാൻ നല്ല ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടൻ ഫ്രീ ആയിട്ട് ചായക്ക് അടിച്ചു വന്നു. എനിക്ക് ഞാൻ ഇരുന്ന് വയലിൻ വിറ്റുന്ന സ്ഥലത്ത് ഒരു പുതിയ ചായക്കട ഒക്കെ ഉണ്ട്. പണ്ട് മനീഷിന് അവിടെ ആൾക്കാർ അറിയാമായിരുന്നു ഇത്രയും ദിവസം അവിടെ നിൽക്കുമ്പോഴൊക്കെ. ആഫ്റ്റർ ബിക്കമിങ് ആൻ ആക്ടർ അവിടെ ചെന്നപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചിരിക്കും എന്നുള്ളൂ. ഞാൻ തോർത്തുകൊണ്ടൊക്കെ കെട്ടി നൈസായിട്ട് സൈഡിൽ നിൽക്കും. ആ ചേട്ടൻ വിൽക്കും, ചിലപ്പോൾ ഞാനും വിൽക്കും. അങ്ങനെ ഈ പത്മനാഭസ്വാമിനെ അന്വേഷിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ എന്തായിരുന്നു എയിം? വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ? അല്ല, ചെന്നൈ നോക്കുന്ന കുറച്ച് ദൂരം കൂടുതലാണ്. സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായി ബാധിക്കുമല്ലോ. അതെ, അപ്പോ തിരുവനന്തപുരം വെച്ച് നോക്കാൻ നേരത്തിന് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. അന്ന് ആൽബം മിക്സ്ഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കോമ്പയർ ചെയ്യാൻ കയറാം. അപ്പൊ അങ്ങനെയുള്ള കുറെ ഐഡിയകളായിട്ടാണ് തിരുവനന്തപുരം വന്നത്. അപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ഇഷ്ടമാണോ? ഓഡിയൻസിനെ ഒക്കെ കയ്യിലെടുക്കാൻ നല്ലോണം അറിയും? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ GP ചെയ്യുന്ന പോലെ ഒരിക്കലും ഇല്ല. എനിക്കില്ല, GPക്ക് മാത്രമേ ഉള്ളൂ. കഴിവില്ല എന്ന് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വന്നാൽ ഒരു കൈ ഞാൻ നോക്കും എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അങ്ങനത്തെ ഷോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു യു ഹാവ് ദാറ്റ് കാലിബർ. താങ്ക് യു. നല്ല സ്മാർട്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ യൂത്ത് അല്ല, എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടം. എൻ്റെ ഏജിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ക്യാരക്ടർ ചെയ്യാൻ മെച്ചോർഡ്. കാരണം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞപ്പോൾ ഡബ്ബ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നിറച്ച് താടിയും മുടിയും. അതൊരു സസ്പെൻസ് ക്യാരക്ടറാണ്. ഇത് ഞാൻ തന്നെയാണ് ഈശ്വര എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടം. മൂവി ക്വൈറ്റ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. 20-ാം തീയതി ഇറങ്ങാൻ പോകുന്നത് തൃശ്ശൂർ പൂരം. യെസ്. അപ്പൊ അതിനകത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഹെവി ആണെന്ന് ഐ കുഡ് ഫീൽ ഫ്രം യുവർ ടോക്ക്. പടം തന്നെ ഹെവിയാണ്, അൾട്രാ മാസ് പടമാണ്. അതിൽ ജയസൂര്യയാണ്, ജയേട്ടനാണ് ഹീറോ. ജയേട്ടൻ്റെ അനിയനായിട്ടാണ് ചെയ്യുന്നത്. ജയസൂര്യയായിട്ട് വർക്ക് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു? കിട്ടില്ല എക്സ്പീരിയൻസ് അല്ലേ. 75 ദിവസം ചിരിച്ചിരിച്ചു വയ്യാണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നല്ല രസം. നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ട്. നമുക്ക് എന്ത് ഷോട്ടിൽ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരു ഷോട്ടിൽ പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഈ സിനിമ നിനക്ക് ബ്രേക്ക് ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. കേട്ടവനെ വളരെ സന്തോഷമായി എനിക്ക്. ശരിക്കും ജയസൂര്യയൊക്കെ പറയുന്ന ഒരു അഡ്വൈസ് എന്നൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒത്തിരി നല്ലതാട്ടോ. പിന്നെ ജയസൂര്യയൊക്കെ വന്ന വഴിയും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നല്ലോണം ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ജയസൂര്യക്ക് പറ്റുന്നതിനെക്കാട്ടിലും ഹെവി ക്യാരക്ടേഴ്സ് ആണ് ജയസൂര്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ജയസൂര്യ തീർച്ചയായിട്ടും നമുക്കത് പറഞ്ഞു തരാനുള്ള മനസ്സുണ്ട് ജയേട്ടന്. എല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട രീതികൾ അതെല്ലാം നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോക്കിനി നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാ വന്നത്? നെക്സ്റ്റ് പ്രോജക്റ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആഡ്സ് റിലീസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് കേരള പോലീസിന്റെ
ഒരു ആഡ് ചെയ്തു. വുമൺ സേഫ്റ്റി, അതിൽ മഞ്ജു ചേച്ചിയായിരുന്നു കൂടെ. അതാണ് റിലീസാവാൻ. ഓക്കെ, ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആഡ്സ് ആണ് കൂടുതൽ ചെയ്തതും. ആഡ്സിലാണ് തോന്നുന്നു ഗോപിക ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയി വന്നത് അല്ലേ, മോർ ദാൻ ആക്ട്രസ് എന്നുള്ള രീതിയിലല്ലേ. മൂവി ഇപ്പം ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുള്ളൂ. ആഡ്സ് ഞാൻ +1 പഠിക്കുന്ന തൊട്ടിട്ട് ചെയ്യാൻ തുടങ്ങി. ആഡിലേക്ക് എങ്ങനെ ഇതേപോലെ ഓഡിഷൻ കൊടുത്തു? ആഡിലേക്ക് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഓഫർ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വന്നൊരു ഓഫറായിരുന്നു അത്. മിസ് മലബാർ എന്ന് പറഞ്ഞിട്ടൊരു പേജൻ ഷോ ഉണ്ടായിരുന്നു, അതായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. അതിനു മുമ്പ് ഒരു ആങ്കറിങ് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ഉണ്ട് NM പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, ആ ചേട്ടൻ തൊഴിൽ വാർത്തയിലേക്ക് വേണ്ടിയിട്ട് കവർ ഗേളായിട്ട് വിളിച്ചു. പിന്നെ മിസ് മലബാറിലേക്ക് എത്തി, അവർ ത്രൂ മിസ് മലബാറിലെത്തി. അത് പെട്ടെന്ന് വന്നൊരു ഓഫറായിരുന്നു. അതിൽ ഫോട്ടോജെനിക് എന്ന് പറഞ്ഞ ടൈറ്റിൽ വിന്നറായി. അപ്പോൾ ആ ഷോ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് കുട്ടിക്കൂറായിരുന്നു. അങ്ങനെ കുട്ടിക്കൂറേൻ്റെ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരുപാട് ശരിക്കും ഈ ആഡ് ചെയ്തത് മോളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഫിയർ അതൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ടൂർണമെന്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രശ്നം ആക്ടർ ലാൽ സാറിന്റെ മുന്നിൽ നിൽക്കുക. കാരണം നമ്മൾ ആക്ടറായിട്ടൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ചിരി വരും. അപ്പോൾ അത് ആക്ഷൻ പറയുന്നത് ഞാൻ ആ ലോകത്തായിരിക്കും. കന്മതം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ആക്ഷൻ പറയുന്നത്. അപ്പോൾ ചെയ്യടാ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇന്ദ്രൻസേനെ കാണുന്നത്. അപ്പോൾ ചിരിച്ചോണ്ടല്ല, അതിനെ അടിക്കുന്നൊരു സീനുണ്ട്. ഇവിടെ അടിക്കും, ഞാൻ ഇവിടെ ഒഴിയും. ഇതൊരു 18-19 ടേക്ക് പോയി. അതന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ദ്രനെ കാണുന്ന സിനിമയില് ഞാൻ അത് എൻജോയ് ചെയ്യാണ്. മനുഷ്യനെ കണ്ട് ആസ്വദിച്ച് തീർന്നില്ല, അതിനുമ്പ് അഭിനയിക്കാൻ തുടങ്ങി. അപ്പോ ഇവിടെ അടിക്കും, ഞാൻ ഇവിടെ ഒഴിയും. അങ്ങനെ അത് എങ്ങനെയൊക്കെയാ തീർത്തത് ആ ഷോട്ട്. അങ്ങനെ പേടിയൊന്നുമില്ല. അത് പേടി ആൽബം കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പെഷ്യൽ എന്റെ പരീക്ഷണാണ്. ഇത് എന്താണ് പേരിന്റെ പേര് നീട്ടും കഴിച്ചു കഴിഞ്ഞിട്ട് പേരിട്ട് ചിക്കൻ. ഇതൊരു ഫുൾ ഫ്രഷ് ക്രീമും ടൊമാറ്റോയും ഒക്കെ ചേർത്തിട്ട് ചെയ്ത ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഗ്രേവി, തിക്കാണ് ബാറ്റർ. ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റ് ആണ്. ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അദ്ദേഹത്തിന് ഞാൻ അതിന് ശേഷം ഫ്രൈഡേക്ക് ശേഷം ചെയ്ത പടം ഡബിൾ ബാരൽ. അതിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു, ഉമ്മർ. അതിൽ വേറെ ലുക്കാണ്. പിന്നെ ഇപ്പോൾ അതാ ഡബിൾ ബാരൽ ലിജോ ചേട്ടൻ്റെ വർക്ക് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ് ലിജോ ചേട്ടൻ. ഇനിയിപ്പോൾ തൃശ്ശൂരത്തിന് ശേഷം ചെയ്യുന്ന 2 പ്രൊജക്റ്റാണ്. ഒന്ന് വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്, അത് അനീഷ് കാസിം എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മൂവി വിമൽ, അയാൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും നടക്കുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടലി ബിസി. തമിഴിലൊന്നും പ്രോജക്റ്റ് വന്നില്ലേ മോനെ? തമിഴ് ഞാൻ ഇത്രയും ഗ്ലാമർ ആയിട്ടുള്ള ഒരു പെയിൻ അത് വരണ്ടേ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ മലയാളം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട്. തമിഴാണെങ്കിലോ നമ്മുടെ രാശി എവിടെയാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇല്ല, ഞാൻ തമിഴ് ഇപ്പം എന്തായാലും ചെയ്യില്ല. എനിക്ക് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മലയാളം കുറച്ച് നല്ല പടങ്ങൾ ചെയ്തിട്ട് മാത്രം, അല്ലാതെ നമ്മൾ പാതി വഴുകി വിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോൺടാക്ട് എല്ലാം പോകും. അതുകൊണ്ടാണ് തമിഴ് വരുന്നൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ. കുറച്ച് ബെറ്റർ എനിക്ക് മലയാളം ഫിലിം വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് തമിഴ് ചെയ്യാൻ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരു സംശയം ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേരെല്ലാവരും കണ്ണാടി ഇത്ര മുട്ടനാ വെക്കുന്നത്, എന്നത്തിനാ അങ്ങനെ വെക്കുന്നത്? എൻ്റെ ഈ കണ്ണില്ലേ അത് സ്റ്റൈലിനായിരിക്കും. എൻ്റെ ഈ കണ്ണ് സിനിമയോടുള്ള ക്രൈസ് കാരണം 7ാം ക്ലാസ് മുതൽ പൈസ തരില്ലല്ലോ വീട്ടിൽ നിന്ന്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് സിനിമ കാണും. കണ്ട സിനിമ വീണ്ടും വീണ്ടും കാണും. അല്ല, അപ്പൊ ഇതിന് ഇത്തിരി കാഴ്ച കുറവുണ്ട്. അല്ല, ഇത്ര മുട്ടൻ ഗ്ലാസ് വെക്കുന്നതിനത്തിനാ? അത് എന്റെ ഫേസിന് ചേർച്ചതല്ലേ. പിന്നെ മോളിന് കോണ്ടാക്ട് ലെൻസ് വെച്ച് എപ്പോഴും ഈ കണ്ണിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് മൈന്യൂട്ട് പവർ ആണ്. പിന്നെ ഈ ഫ്രെയിം ഒരു വെറൈറ്റി കാരണം അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ണാടി വെക്കുന്ന പിള്ളേരെല്ലാം അല്ലേ ഇങ്ങനെ ഇത്രയും മുട്ടൻ ഗ്ലാസ്സാ വെക്കുന്നത് ഈ ഇടയിലായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെൻഡി ആക്കാനാണ്. ഓക്കെ, ശരിക്കും ഇത് ഈ ഗ്ലാസ് വെച്ചപ്പം മനീഷിനെ ശരിക്കും ഒരു ഉണ്ണി മുകുന്ദന്റെ അനിയനായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ശരിക്കും ആരെങ്കിലും പറഞ്ഞു അങ്ങനെ? നല്ലതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഫ്രീക്ക് പറഞ്ഞ പേര് ഇപ്പൊ കറക്റ്റ് ആയി തോന്നുന്നുണ്ട്. നല്ലോണം തോന്നുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ ശരിക്കും ഒരു അനിയൻ എഫക്ട് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
ഓക്കെ. പിന്നെ വരാൻ പോകുന്ന പ്രോജക്ട്സിന്റെ വിശേഷം പറഞ്ഞു. ഇനി ട്രൂ ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് മലയാളം മൂവി. മോളും അത് തന്നെയാണ്. ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. വീട്ടുകാരെ നിർബന്ധിച്ചാലും ഇല്ല? വീട്ടിൽ അല്ല, അത്ര നിർബന്ധമൊന്നും ഇല്ല. എനിക്കിപ്പോ ഏജ് ആയിട്ടില്ല, 23 ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി കഴിക്കട്ടെ. 23 is the best time for girls to get married. ഇപ്പൊ എന്തായാലും വീട്ടില് പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ അവരെ കൺവിൻസ് ചെയ്യും. എന്നോട് മോൻ വന്ന് പറഞ്ഞിട്ടുള്ളത്, അമ്മ ചേച്ചി ഭയങ്കര പാവാന്നാ പറയുന്നത്. ആരോട് അങ്ങനെ അധികം വർത്താനം ഒന്നും പറയില്ല, അമ്മ ഭയങ്കര പാവം പിടിച്ച ഒരു ചേച്ചിയാണെന്നാ പറഞ്ഞത്. ആണോ? ആദ്യം കോളേജിൽ ആരോടും ആദ്യം വർത്താനം ഒന്നും പറയത്തില്ല. എന്റെ ബാച്ചിലുള്ളവരോടൊക്കെ ആയിരുന്നു ഞാൻ കൂടുതൽ കമ്പനി. ജഗന്റെ ബാച്ചായിട്ട് അത്ര കമ്പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ജഗനായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അവർ പോവാൻ നേരത്ത്, അവർ പാസ് ഔട്ട് ആവാൻ നേരത്ത് കുറെ ആളൊക്കെ ആയിട്ട് ഫ്രണ്ട്സായി. ഓക്കെ. മനീഷിന് എങ്ങനത്തെ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടം? വളരെ നല്ല കുട്ടീനെയാണ് എനിക്ക് ഇഷ്ടം. അതെല്ലാവർക്കും അറിയാം. എല്ലാവരുടെ മനസ്സിൽ അങ്ങനത്തെ ആഗ്രഹം എല്ലാവർക്കും അറിയാം. കുറച്ച് മോഹിനിയാട്ടൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഡാൻസ് അറിയുന്ന കുട്ടി ഡാൻസ് അറിയണം. പിന്നെ കുറച്ച് മുടിയൊക്കെ വേണം. കിഡിലിനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറ്റണം. കട്ടൻ ചായയാണ് എൻ്റെ ഫേവറേറ്റ്. ഇത്രേ ഉള്ളൂ ഡിമാൻഡ്സും കണ്ടീഷൻസും. ഇപ്പം ഇവിടെ വരുന്ന കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാൽ, ചേച്ചി ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ച ഡാൻസ് ഓൾ ഓഫ് എ സഡൻ നിർത്താൻ പറയും. അപ്പം പിന്നെ നമുക്ക് അവരുമായിട്ട് എന്താ പറയുക, കെമിസ്ട്രി ഒന്നും ശരിയാവത്തില്ല. അങ്ങനത്തെ ഒരാളെ എനിക്ക് ആവശ്യമേ ഇല്ല എന്ന് പറയും. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇത് നിർത്താൻ പറയാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നു. അഭിനയിക്കാൻ ആർക്കും പറ്റും, ഒബ്സർവേഷൻ ആണ്. പക്ഷെ പാട്ട് പാടാനുള്ള കഴിവ്, ഈ പറയുന്ന ഡാൻസ്, ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അഭിനയിക്കാൻ എല്ലാവർക്കും നമുക്ക് അഭിനയിക്കാം, ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. അത് കുറച്ച് ഒബ്സർവേഷനാണ്. എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ, നമ്മൾ ചിരിച്ചിട്ടുണ്ടോ, നമ്മൾ വിശപ്പറിഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിൽ കണ്ടുവരുന്നത് നമുക്ക് അഭിനയിക്കാനുള്ളതും. പക്ഷേ ഈ പറയുന്ന രണ്ട് കാര്യം അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റം അല്ല. അത് ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. തീർച്ചയായിട്ടും. അത് നമ്മൾ എനിക്ക് അതിനകത്ത് ഞാൻ കൈ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മനീഷിന്. ആ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേർ അത് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി, റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്താ പറയാ, നീ നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ വലിയ സൂപ്പർ സ്റ്റാർ അങ്ങനെ ആവട്ടെ ഭഗവാനെ. ഇവിടെ വന്ന് ഇത്ര നേരം സംസാരിച്ചാൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഗോപികയുടെ വലിയ ആഗ്രഹം, ഇപ്പോൾ ഒന്നും കല്യാണം ആരും ആലോചിച്ച് വരുന്നില്ല, വലിയൊരു ആക്ട്രസ് ആയിട്ട് മാറ്റെ. അതിന് ദേവി അനുഗ്രഹിക്കും. താങ്ക് യു വെരി മച്ച്. പിള്ളേരുടെ വിശേഷം കേട്ടു. എൻ്റെ മലയാളി പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുടുംബത്തിലെ എല്ലാ അമ്മമാരും എല്ലാ ചേച്ചിമാരും ഫുൾ സപ്പോർട്ട്, നമ്മൾ ഫുൾ കുടുംബം ഫാമിലി കംപ്ലീറ്റ് മനീഷിന് സപ്പോർട്ട് കൊടുക്കുക, ഗോപികയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക. കുട്ടികൾ നല്ല ഹൈറ്റ്സിലേക്ക് എത്തട്ടെ, വലിയൊരു സൂപ്പർ ഹീറോ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇവിടെ വിളിക്കാം. അപ്പം എന്നാ വർത്താനം പറയുമെന്ന് നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ.